ഇങ്ങനെ വക്കീൽ നോട്ടീസ് വന്നിട്ടുണ്ടെന്നാണ് ഇപ്പൊ പറയുന്നത്. അമ്മ എന്തിനാ മൈൻഡ് ചെയ്യുന്നത്? പോവാൻ പറ എന്ന് പറഞ്ഞു കിച്ചു എന്നാ പറയുന്നേ. കല്ല് വെച്ചെന്നോണ. കിച്ചു ഒരു വീഡിയോ ആയിട്ട് വന്ന് നിങ്ങൾ കണ്ടില്ലേ? കിച്ചു കൃത്യമായി പറയുന്നുണ്ട്, അതായത് എന്റെ പേര് ഇതിൽ എന്തിനാണ് അച്ചോ വലിച്ചിട്ടെ, ഞാൻ എത്ര മാന്യമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്, എനിക്കതിൽ ഒരു പങ്കുമില്ലല്ലോ എന്നുള്ളത്. ഇവിടെ രേണുസുതിയാണ് എല്ലാത്തിനും കാരണമെന്ന് എല്ലാം വ്യക്തമായി പറയുന്നുണ്ടല്ലോ എന്റെ പൊന്നുമോളെ. പിന്നെന്താ പറയുന്നേ? കിച്ചു ഇപ്പൊ എന്നെ വിളിച്ചു വെച്ചോളൂ, അമ്മ എന്തിനാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് ഇടപെടുന്നത്, പോവാൻ പറ. ഒരിക്കലും ആ ഒരു പയ്യൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, പറയുകയില്ല. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് വ്യക്തമായിട്ട് ശരിക്കും ഒന്നിരുന്ന് കാണണേ. എന്നിട്ട് രേണുസുതിയെ സപ്പോർട്ട് ചെയ്യാതിരിക്കുക എന്താ ചെയ്തോ കാണാം. പുതിയൊരു വീട്ടിലേക്ക് മാറാൻ പ്ലാൻ ഉണ്ടോ? മറ്റേ ഇതിനെല്ലാം ഉള്ള മറുപടി നമ്മുടെ ക്രൈം ഫയലിനകത്ത് നമ്മുടെ അച്ഛനില്ലേ, വിജയരാഘവേട്ടൻ അച്ഛന്റെ ഇതില് പിന്നെ ഫാദർ ക്ലെമന്റ് കാളിയാർ, അദ്ദേഹം പറഞ്ഞ ഡയലോഗ് എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ ഊഹിച്ചോ. പൊക്കോ. എന്റെ പിഴ എന്റെ മാത്രം പിഴ, വിട്ടോ, അതാണ് ഡയലോഗ്. അതന്നെയാണ് പറയാനുള്ളത്. നിങ്ങളുടെ പിഴ, നിങ്ങൾ തന്നെയാണ് അതിനൊക്കെ കാരണക്കാരി. നിങ്ങൾ തന്നെയാണ് ഊളത്തരം പറഞ്ഞ് വില മൊത്തം കളഞ്ഞ് ആ പയ്യനെ പോലും ഈ ഒരു കേസിലേക്ക് വലിച്ചിഴപ്പിക്കാനുള്ള കാരണക്കാരിയായിട്ടുള്ളത്. എന്തിനാണ് നിങ്ങൾക്ക് ഭൂമി തന്ന ഒരു മനുഷ്യനെ ഇങ്ങനെ നാണം കെടുത്തുന്നത്? ഇത് കേട്ട് എല്ലാവർക്കും മനസ്സിലായ ഒരു വിഷയമാവും. അതുകൊണ്ട് ഞാനതിനി പറയുന്നില്ല. ഊളത്തരം കാണിച്ചത് മനസ്സിലായി, പിഴ ഞാൻ തന്നെയാണ് എന്നുള്ളത്. കറക്റ്റാ. തിരിച്ചു കൊടുക്കേണ്ടത് ഞാനല്ല, തിരിച്ചു കൊടുക്കേണ്ടവരില്ല. എനിക്കറിയത്തില്ല, അതിനെപ്പറ്റി ഞാനൊന്നും അറിഞ്ഞില്ല. ഇനിയിപ്പോ വന്നിട്ട് വേണം അതിനെപ്പറ്റി വിശദമായിട്ട് കേൾക്കാൻ. ഞാൻ അറിഞ്ഞില്ല കേട്ടോ, സത്യമായിട്ട് പറഞ്ഞില്ല. വിവാദം നടക്കുന്നെന്ന് അറിഞ്ഞ പക്ഷെ എന്താ സംഭവം എന്ന് എനിക്കറിയത്തില്ല, ഒന്നും അറിഞ്ഞില്ല സത്യം. എല്ലാം ഇപ്പൊ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലെ? അച്ഛൻ ആ ഒരു സ്ഥലം തിരിച്ചു വാങ്ങാനുള്ള പരിപാടി ചെയ്യണം. 7 ദിവസത്തിനുള്ളിൽ ആ മുഴുവൻ വീഡിയോസും കൊണ്ട് ഡിലീറ്റ് ചെയ്യിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. അല്ലാത്ത പക്ഷം പണിയാണ്. പിന്നെ നിങ്ങളും ചേർന്ന് ഇരുന്നു കൊണ്ട് തന്നെയാണ് വിഷപ്പാമ്പാണെന്നും അത് ഊട്ടി ഉറപ്പിച്ച് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോ അറിയില്ല എന്ന് പറയുന്ന വിഷയം അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലെ? ഇനി ബാക്കി കാര്യങ്ങളൊക്കെ പഠിക്കാൻ പോയത് IAS പോവാണല്ലോ, പഠിച്ചിട്ട് മറുപടി കൊടുക്കുക കേട്ടോ. മറ്റൊരു കാര്യം, വീട് വെച്ച് തന്നത് വലിയ കാര്യമാണ്, മെയിൻ്റെനൻസ് ചെയ്യണം നമ്മുടെ മാത്രം. ഇപ്പൊ നമുക്ക് കിച്ചു അങ്ങനെയാണെങ്കിൽ കിച്ചു കുറച്ചുകൂടെ കഴിയുമ്പോൾ അവന് ജോലിക്ക് ചെയ്യുന്ന കാര്യമായിരിക്കും അവൻ പറഞ്ഞത്, മനസ്സിലായോ? കിച്ചു അങ്ങനെ പറഞ്ഞെങ്കിൽ കിച്ചുവിന്റെ ഋതുവിന്റെ വീടാണല്ലോ അത്, ഒരേപോലെ അവകാശത്തിൽപ്പെട്ട വീടാണ്. അപ്പം അവന് ജോലിക്ക് ആകുമ്പോൾ അവൻ ചെയ്യുന്ന കാര്യമായിരിക്കും അവൻ പറഞ്ഞത്. ഞാൻ ആ ലൈവ് പൂർണ്ണമായിട്ടും കണ്ടിട്ടില്ല. ഒരു ബോധവുമില്ല. കിച്ചു കൃത്യമായിട്ടൊരു സ്റ്റേറ്റ്മെന്റാ പറഞ്ഞേ. അതായത് അങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്തായാലും തന്ന വീടല്ലേ, പ്രശ്നം കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ തന്നെയാണ് അത് ചെയ്യേണ്ടത്. അല്ലാതെ കിച്ചു ഇവനൊരു ജോലി കിട്ടി ഭാവിയിൽ അതിൽ കംപ്ലൈന്റ് നേരാക്കുമെന്നല്ല പറയുന്നത്. ഇത് ചോറ് തിന്നെ ഏതൊരു മനുഷ്യനും മനസ്സിലാവും. പക്ഷെ രേണുസുതിക്ക് അത് മനസ്സിലാവുന്നില്ല. ഇതെന്താ കുഴപ്പമറിയോ? ഇപ്പൊ കൂടെ നിൽക്കുന്ന മറ്റേ ആ ഒരു പെൺകുട്ടിയില്ലേ, ആ സ്ത്രീ പറയുന്നതും കേട്ടുകൊണ്ടാണ് ഇവര് കിടന്നിട്ട് കുണയ്ക്കുന്നത്. അവരാ വീഡിയോ കഴിഞ്ഞാൽ അവര് മൂടും തട്ടിയാ പോവും. പക്ഷെ വില മൊത്തം പോണത് രേണുസുതിയുടെ ആണെന്നുള്ളതാണ്. എന്റെ പൊന്നു രേഷ്മ സംഘച്ച, കുറച്ചെങ്കിലും ബോധം ആ ചെക്കന്റെ ബോധമെങ്കിലും ഉണ്ടെങ്കിൽ നന്നായി പോയേനെ. ഇത് അതുമില്ല, വെറുതെ കല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. വീടിനെന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ പരിഹരിക്കേണ്ടതാണ്. ഈ രേണു പറഞ്ഞു നടക്കുന്നതൊക്കെ മണ്ടത്തരാണെന്നാണ് കിച്ചു പറഞ്ഞിട്ടുള്ളത്. കാണാം, ഇനി കിച്ചു കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ കേസായി കലിപ്പായി. ഞാൻ എന്താ ഇപ്പൊ ചെയ്യ? നമ്മളിവിടെ കൊല്ലത്ത് നമ്മൾ വെറുതെ ഇരുന്ന് നമ്മുടെ പേരിൽ കേസായി. നമ്മളല്ല, എന്റെ പേരിൽ അമ്മയുടെ പേരിൽ എന്റെ പേരിലാണ് സംഭവം കേസായിട്ടിരിക്കുന്നത്. ബിഷപ്പ് എന്ന് പറഞ്ഞ ആ പുള്ളിയെ കൊണ്ട് കേസ് കൊടുത്ത എന്തിന്റെ പേരിലാണ്? നമ്മളെല്ലാരും സപ്പോർട്ട് ചെയ്തിട്ടാണ് കൂടുതലും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞേക്കുന്നത്. ഇപ്പം ലൈവിലാണെങ്കിലും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നായിരുന്നു, അപ്പോഴും ഞാൻ ഇങ്ങനെ തന്നെയാണ് റിപ്ലൈ എടുത്തത്. വീടിന്റെ കാര്യം നമ്മൾ തന്നെയാണ് നോക്കേണ്ടത്. അവർക്ക് പിന്നെ തന്നവർക്ക് പിന്നെ ഉത്തരവാദിത്തം ഇല്ല എന്നുള്ള കാര്യം പറഞ്ഞു. നമ്മുടെ പേരിൽ കേസായി. എന്ത് പൊട്ടത്തരം എന്റെ പൊന്നു മോനെ പറയുന്നേ. നിനക്ക് ഈ കാര്യങ്ങളൊക്കെ നേരിട്ട് ആ രേണുവിനോട് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി കൊടുത്തൂടെ? വീടിന്റെ പ്രശ്നങ്ങൾ വന്നാൽ നമ്മളാണ് എന്റെ പൊന്നമ്മച്ചി നോക്കേണ്ടത്, അല്ലാതെ നാട്ടുകാരല്ല എന്നുള്ളത്. പിന്നെ ആളുകളുടെ മുന്നിൽ വെറുതെ ദാനം ചെയ്ത ആ ഒരു മനുഷ്യനെ വീണ്ടും കുത്തി നോവിക്കേണ്ട കാര്യമില്ല എന്റെ പൊന്നമ്മച്ചി എന്നൊന്ന് പറഞ്ഞു കൊടുത്ത അവര് നന്നായേനെ. ഇത് എന്റെ ഒരു അഭിപ്രായത്തിൽ ഇവന്റെ ഭാഗത്ത് കുറച്ച് തെറ്റുണ്ട്, കിച്ചുവിന്റെ ഭാഗത്ത് ഒരുപാട് തെറ്റ് പറ്റിയിട്ടുണ്ട്. അതായത് കൃത്യമായ ഒരു മറുപടി ഇപ്പൊ ഒരു കമന്റിനും കൊടുക്കില്ല, അതേപോലെ ലൈവിലും കൊടുക്കില്ല. ഇതൊന്നും കൊടുത്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മറുപടി അമ്മച്ചിക്ക് കൊടുക്കണമായിരുന്നു. രേണുവിനാണ് കൊടുക്കേണ്ടിയിരുന്നത്. ഈ പൊട്ടത്തരം ഒന്ന് അവസാനിപ്പിക്കേണ്ട പൊന്നമ്മച്ചി.
ഇത്രയും നാള് കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തിക്ക് നല്ലൊരു പേരുണ്ടായിരുന്നു. അപ്പൊ കള്ള് കുടിയാൻ കടം വാങ്ങിയ ആളുകളെ പറ്റിച്ച ആള്, ഒരുപാട് കല്യാണം കഴിച്ച ആള്, അങ്ങനെ ഒരുപാട് പേരുകൾ ഉണ്ടാക്കി തന്നത് എന്റെ പൊന്നു രേണു അമ്മച്ചി നിങ്ങളാണ് എന്ന് പറഞ്ഞൊന്ന് മനസ്സിലാക്കി കൊടുക്കടാ. എന്തുവാ മോനെ ഇത്? നന്ദിയുണ്ട് വളരെ. പണ്ടേ പറഞ്ഞത് എന്റെ പേരിൽ ഇതൊന്നും വലിച്ചിടല്ലേ ഞാനില്ല ഈ കാര്യത്തില്. ഇതിനിപ്പോ വള്ളിയായി, കൈവറ്റാൻ പോണം. മറ്റേ ഇങ്ങനെ വക്കീൽ നോട്ടീസ് വന്നിട്ടുണ്ടെന്നാണ് ഇപ്പൊ പറയുന്നത്. അതൊരു സീനുള്ള കാര്യമൊന്നല്ല എന്റെ പൊന്നു മോനെ, അതൊന്നും സീനുള്ള കാര്യമില്ല. കാരണം നിങ്ങൾ ഒരിക്കലും പള്ളിയിൽ അച്ഛനെയോ മറ്റുള്ള ആളുകളെ കുറിച്ചിട്ട് മോശപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാം. അപ്പൊ അതൊരു വിഷയമുള്ളതല്ല. പക്ഷെ ഒരു കേസ് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അങ്ങനെ കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഇനി നീ ഒന്ന് ചെന്ന് ആ മമ്മിജിയോട് പറയണം ഇതൊന്നൊക്കെ ഡിലീറ്റ് ചെയ്ത് കൊടുക്കേണ്ട അമ്മച്ചി എന്നുള്ളത്. അത് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ പരിഹരിക്കാനും കഴിയുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഞാനിതിൽ ആദ്യമേ ഇല്ല, ഇപ്പോഴും ഇല്ല, നാളെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ കൃത്യമായിട്ട് താങ്കൾക്കാണ് ഇതിൽ ഒരു ഇടപെടൽ നടത്താൻ കഴിയുക. കാരണം താങ്കളുടെ അച്ഛന്റെ പേരാണ് ആകെ നാണം കെടുത്തി വെച്ചിട്ടുള്ളത്. അത് നമ്മൾ കൈപ്പറ്റേണ്ടിയിരിക്കുന്നു. കോട്ടയത്തോട്ട് പോകാൻ അതിപ്പോ കൈപ്പറ്റാനായിട്ട് ഞാൻ പോകേണ്ട ആവശ്യമില്ല. എന്റെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കൊല്ലത്തായിരുന്നു. അങ്ങനെയാണ് വല്യമ്മ പറഞ്ഞേക്കുന്ന കേട്ടോ. അപ്പം ആവശ്യമില്ല. എന്റെ പേര് എന്തെങ്കിലും കേസ് ഉണ്ടെങ്കിൽ എന്റെ ഈ അഡ്രസ്സൊക്കെ ഇവിടാണ്. അപ്പം എന്തുവാണ് പറയാനുള്ളത്? വളരെ സന്തോഷം, നല്ലൊരു സംഭവമാണ്. നമ്മൾ ഒരു കാര്യത്തിന് നമ്മൾ ഇടപെടാതിരുന്നിട്ട് നമ്മുടെ പേരിലും കേസായി കിട്ടി. എന്തായാലും നമ്മൾ ഒരു കാര്യത്തിൽ ഇടപെടാതിരുന്നത് കൊണ്ടാണ് ഈ പ്രശ്നം മൊത്തം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. രേണുവിനോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നുമില്ല. പിന്നെ രേണുവിനെ മനസ്സിലാക്കിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല എന്ന് താങ്കൾ ഒരുപാട് പറഞ്ഞു. അവരുടെ താല്പര്യം അവരെ എങ്ങനെ വെച്ച് ജീവിക്കട്ടെ, ഞാൻ എന്ത് പറയാനാണെന്ന് താങ്കൾ പറഞ്ഞു. താങ്കളുടെ അച്ഛന്റെ പേരാണ് ഇത്ര മാത്രം നാണം കെടുത്തിയിട്ട് ഇങ്ങനെ ആക്കി വെച്ചിട്ടുള്ളത്. താങ്കൾക്ക് കിട്ടിയ ആ ഒരു ഭൂമിയാണ് ഇപ്പൊ കയ്യിൽ നിന്ന് പോകാൻ പോകുന്നത്. ഇതൊക്കെ ആരെ കാരണം കൊണ്ടാ? ഇവിടെ രേണുസുതി കാരണം കൊണ്ടല്ല നിങ്ങൾക്ക് വീട് കിട്ടുന്നതും അല്ലെങ്കിൽ സ്ഥലം കിട്ടുന്നതൊന്നും. ഒക്കെ കൊല്ലസുതി കാരണം. ഇതൊക്കെ നശിപ്പിക്കുന്നത് ആരാ? അത് രേണുസുതി തന്നെയാണെന്നുള്ളതാണ്. അവരുടെ ആ ഒരു അഹങ്കാരം കൊണ്ട് തന്നെയാണ്. ഞാനൊരിക്കലും അങ്ങനെ പറയില്ല, ഇങ്ങനെ പറയില്ല, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്റർവ്യൂകളിലൂടെ ഒരുപാട് തവണ ആ ദാനം ചെയ്ത ആളുകളെ നാണം കെടുത്തിയതിന്റെ ഭാഗമായിട്ടാണെന്നുള്ളതാണ്. മരിച്ചുപോയ കൊല്ലം സുധിയെ നാണം കെടുത്തിയത് ഈ പറയുന്ന രേണുസുതി തന്നെയാണ്. എല്ലാ ഇന്റർവ്യൂ എടുത്തു നോക്കാൻ എന്റെ പൊന്നു മോനെ. ഞാനിതിലൊന്നും പങ്കാളിയല്ല, എന്നിട്ടും എനിക്ക് പണി കിട്ടി എന്ന് പറയുന്നത് കൊണ്ട് പറയാണ്. അതാണ് അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ സൈഡിൽ നിന്നൊരു റിപ്ലൈ ആണല്ലോ, അതിന്റെ ഒരു ഭാഗമായിട്ട് ഒരു വീഡിയോ ഇടാന്ന് വിചാരിച്ച്. ഞാൻ എപ്പോഴും ഈ വീട് വെച്ച് തന്നവരെയും സ്ഥലം തന്നവരെയാണെങ്കിലും ഞാനൊരു ഇച്ചി പോന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും വളരെ നന്ദി. അത് ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട്. ഞാൻ എല്ലാരെയും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും. നല്ലൊരു കാര്യമാണ് ഞങ്ങൾക്ക് ചെയ്തു തന്നിരിക്കുന്നത്. അതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. എന്നാലും പേരിലാണ് കേസ്. എനിക്ക് തോന്നുന്നു എന്റെ പേരിലല്ലേടാ വീട്, അതുകൊണ്ടായിരിക്കണം ചിലപ്പോ അങ്ങനത്തെ ഒരു സ്കീം ആയിരിക്കും. അല്ല ഇവൻ പറഞ്ഞിട്ട് എടുത്തിട്ടൊന്നുമില്ല, മോശമായിട്ടൊന്നും ആൾക്കാരെ പറ്റിയും വീട് തന്നതിനെ പറ്റിയും ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. വേറെന്തെങ്കിലും കാരണം കൊണ്ടാണ് ഇവന്റെ പേരിലും കൂടെ കേസ് വന്നതെന്നും അറിയത്തില്ല. ഓക്കെ എന്റെ പൊന്നു മക്കളെ, കേസ് ഇത് ഒരു വക്കീൽ നോട്ടീസ് മാത്രമാണ് നിങ്ങൾക്ക് അയച്ചിട്ടുള്ളത്. ഒരു കാര്യം മാത്രമല്ല, 7 ദിവസത്തിനുള്ള വീഡിയോസ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മാത്രം മതി. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ താങ്കളുടെ പേര് ഇതിൽ വലിച്ചിഴക്കാനുള്ള കാരണവും അത് തന്നെയാണ്. അത് ബുദ്ധിപരമായ ഒരു നീക്കാണെന്നുള്ളതാണ്. നിങ്ങൾ മമ്മിജിയോട് പോയിട്ട് പറയുക, എന്റെ രേണു അമ്മച്ചി ആ വീഡിയോസ് ഒന്ന് ഡിലീറ്റ് ചെയ്യാൻ പറ. ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ ആ വീട് കയ്യിൽ നിന്ന് പോകും. അത്രേ ഉള്ളൂ. ഇതൊരു സിമ്പിൾ കേസാണ്. പക്ഷെ താങ്കൾ അതുപോലും പറയാൻ തയ്യാറാവില്ലേ എന്നൊരു സംശയം എനിക്കുണ്ട്. കാരണം ഞാൻ എങ്ങനെ അമ്മയോട് പറയും? അമ്മ എങ്ങനെ വെച്ച് നടന്നോട്ടെ, അതല്ലേ ഇതല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുകയാണേ. ഈ പ്രഹസനം കാരണമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അതായത് താങ്കൾക്ക് അവകാശം ഉണ്ടായിരുന്നു താങ്കളുടെ അച്ഛനെ കുറിച്ച് അങ്ങനെ പറയരുത് എന്ന് പറയാനുള്ളത്. താങ്കൾ അത് ഉപയോഗിച്ചില്ല. ആ ഒരു കാരണം കൊണ്ടാണെന്നുള്ളതാണ്. വീട് വെച്ച ആളുകളോട് എനിക്കൊരു പേഴ്സണൽ ആയിട്ട് ഒരു താല്പര്യക്കുറവില്ല, അവരൊക്കെ എനിക്ക് ഇഷ്ടമാണെന്ന് താങ്കൾ പറയുമ്പോഴും തൊട്ടപ്പുറത്ത് മമ്മിച്ചി ഇരുന്ന് പറയുന്ന ഇതും നമ്മൾ കാണുന്നുണ്ട്. ചിലപ്പോ എന്റെ പേരിലാണല്ലോ വീട്, ചിലപ്പോ ആ ഒരു ഇതിൽ കൊണ്ട് ചിലപ്പോ വന്നേക്കാം. അപ്പൊ എന്തായാലും സന്തോഷം ഉണ്ട് അല്ലേ? കേസല്ലേ, പോലീസ് കേസല്ലേ. അതാണ് നോക്കാം. എന്തായാലും ഇപ്പം വേറെ വഴിയില്ല. ഇപ്പൊ അനുഭവിക്കുക. ഈ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെ ഒരു നിങ്ങൾ അറിയണമല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുമല്ലോ. റദ്ദാക്കണ്ട, വീഡിയോ കണ്ടാ മതി. ഇങ്ങനെ വരികയാണെങ്കിൽ. അതെ അതെ. ഓക്കെ ഞാനിനി കൂടുതലായിട്ട് വലിച്ചു നീട്ടുന്നില്ല. പയ്യന് ഇതിന്റെ ഒരു സീരിയസ്നെസ് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. മമ്മിജിയാണ് എല്ലാത്തിനും കാരണക്കാരി എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ലെവൽ ആയിട്ടില്ലേ. 10-20 വയസ്സായ അല്ലേ അവനെ. അപ്പോ നിങ്ങളുടെ പേരിലാണ് വീടുള്ളത്. ആ വീട് കയ്യിൽ നിന്ന് പോവാതിരിക്കാൻ വേണ്ടി നിങ്ങൾ തന്നെയാണ് പറയേണ്ടത്. ഈ സ്ത്രീയോട് പറയാ, അച്ഛനെ കുറിച്ചിട്ടുള്ള പരിപാടികളിൽ ഈ പറച്ചലുകൾ അവസാനിപ്പിക്കുക.
ബിഷപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, അച്ഛനെ കൊല്ലസുധീരെ കുറിച്ചിട്ടാട്ടോ, പിന്നെ ബിഷപ്പിനെ കുറിച്ചിട്ട് പറയുന്ന കാര്യങ്ങൾ അവസാനിപ്പിക്കുക. ഈ പറയുന്ന സഹായിച്ച ആളുകളെ കുറിച്ചിട്ടൊന്നും ഒന്നും പറയല്ല എന്റെ പൊന്നമ്മച്ചി. വീടിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്കത് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. 10-25 ലക്ഷം വാല്യൂ ഉള്ള ഒരു വീട് കിട്ടി. ആ വീടിന്റെ മെയിനൻസ് നോക്കാൻ അത്രമാത്രം പണിയൊന്നും ഉണ്ടാവില്ല. നമുക്കത് ചെയ്യാമെന്ന് പറയാ. ഇപ്പോഴും രേണുസുതി പറഞ്ഞത് അവന് ജോലി കിട്ടി, അവൻ എന്തെങ്കിലും ചെയ്യുന്ന കാര്യമാണ് അവൻ പറഞ്ഞെന്നൊക്കെ പറയുന്നത്. അവർക്ക് അത് മനസ്സിലാക്കാനുള്ള ബോധം പോലും ഇല്ല എന്നുള്ളതാ. ഈ കാര്യം മനസ്സിലാക്കിയിട്ടെങ്കിലും താങ്കൾ ഒരു കാര്യം പറയണം. ആ വീഡിയോസ് ഡിലീറ്റ് ചെയ്യിക്കാൻ എന്തെങ്കിലും ചെയ്യുക. ആ വീട് നഷ്ടപ്പെട്ട് പോകാതിരിക്കുക. ഒരുപാട് ആളുകൾ ഇപ്പോഴും ഒരു വീട് പോലും ഇല്ലാതെ കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അവരുടെ ശാപം പോലും നിങ്ങൾ വാങ്ങി വെക്കാതിരിക്കുക. താങ്കൾ എന്തായാലും ആ കൊല്ലം വീട്ടിലാണ് താമസിക്കുന്നത്, ഈ വീട്ടിലേക്ക് വരാനും പോകുന്നില്ല. അത് അങ്ങനെ തന്നെ ആവാനുള്ള സാധ്യത 100% ഉണ്ട്. കാരണം താങ്കളുടെ സുഹൃത്ത് വലയങ്ങൾ മുഴുവൻ അവിടെയാണ്. അതുകൊണ്ട് അവിടെ തന്നെയാണ് നിൽക്കുക. പിന്നെ അമ്മമ്മയോട് കൂടെ നിൽക്കാനാണ് താങ്കൾക്ക് താല്പര്യം. അപ്പൊ പിന്നെ ഉള്ളത് ഋതപ്പനാണ് ആ വീടുള്ളത്. അപ്പൊ അതിന്റെ കൂടെ നിൽക്കുന്ന ആളുകൾ നിരന്തരമായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എന്ത് കാര്യമുള്ളതൊക്കെ പറയേണ്ടതായിട്ടുള്ളത്. ഈ രേണുസുധിയുടെ പേഴ്സണൽ ലൈഫ് എന്തിനാണ് സോഷ്യൽ മീഡിയയിൽ അവര് തന്നെ പോയി പറയുന്നത്? അപ്പൊ അതൊക്കെ ഒരു മണ്ടത്തരാണ്. അതിനൊക്കെ ഒരു അറുതി വരുത്താൻ ഈ ഒരു കാര്യങ്ങൾ കൊണ്ട് താങ്കൾക്ക് ഇടപെടൽ നടത്താൻ കഴിയും. അതെങ്കിലും താങ്കൾ ചെയ്യുക. അത്ര എനിക്ക് പറയാനുള്ളൂ. ആ വീട് നഷ്ടപ്പെടാതിരിക്കാനുള്ള ശ്രമങ്ങളാണ് ചെയ്യേണ്ടത്. അത് കയ്യിലിരിക്കുന്നത് അത്ര നല്ലതാണ്. അതുകൊണ്ടാണ്, വേറെ ഒന്നും പറയണ്ടല്ലോ. അപ്പോ താല്പര്യമുള്ള ആളുകൾ കൂടെ കൂടാം. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് പോൾ സൈനിങ് ഓഫ്.